പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയമുള്ള പ്രേക്ഷകരെ, 63-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ച് ദാവീദ് രാജാവ് എഴുതി വച്ചിട്ടുണ്ട്. 42-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നുണ്ട്, 1-2 വാക്യങ്ങൾ. ഇന്ന് മനുഷ്യർക്ക് ദാഹം കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ സുഖമല്ലേ? കുറച്ചുകൂടെ സുഖമല്ലേ? കൂടുതൽ ലാഭം ഉണ്ടായി കുറച്ചുകൂടെ സുഖമല്ലേ? കൂടുതൽ വസ്തുവകൾ ഉണ്ടായിരുന്നാൽ കൂടുതൽ സുഖമല്ലേ? സുരക്ഷിതത്വം കർത്താവിലാണ്. തമ്പുരാനാണ് നമ്മളെ നയിക്കുന്നത്. തമ്പുരാനാണ് നമുക്ക് വേണ്ടതൊക്കെ തരുന്നത്. പിന്നെ എന്തിനാ അമിതമായ ഓവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത്രമാത്രം വെപ്രാളം കൂട്ടുന്നത്? അതിരാവിലെ 5:30 മണിയാകുമ്പോഴേക്കും എന്തൊരു പരക്കം പാച്ചിലാണ്. വാഹനം എടുത്തിട്ട് എന്തിനു വേണ്ടി പരക്കമായിരുന്നേ? കൂടുതൽ പണം, കൂടുതൽ സുഖം, കൂടുതൽ സൗകര്യം, കൂടുതൽ ജോലി, കൂടുതൽ വരുമാനം, കൂടുതൽ പ്രശസ്തി. വൈകുന്നേരം വരുമ്പോഴോ ഇന്നെന്താ വല്ലാത്ത ക്ഷീണം മുഖത്ത്, മടുത്തു, ഭയങ്കര ജോലിയായിരുന്നു. എന്തിനു വേണ്ടിയാ? ഏറ്റവും ഉദാത്തമായ അന്ത്യ ലക്ഷ്യം എന്താ? പ്രശസ്തനാവണം, പ്രൗഢി ഉണ്ടാവണം, നേട്ടമുണ്ടാവണം, എല്ലാവരും എന്നെ സ്തുതിക്കണം, പുകഴ്ത്തണം. ആ പുകഴ്ചയൊക്കെ എത്ര നാളത്തേക്കുണ്ട്? വളരെ തുച്ഛമായ സമയത്തേക്കേ ഉള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവ്വപിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ശ്രദ്ധാപൂർവം വായിക്കുക, 3 പ്രാവശ്യം വായിക്കുന്നത്. അവിടെ പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നടക്കുക. പ്രഭാഷകന്റെ പുസ്തകം 2:3 പറയുന്നത് തന്നെയാണ്, അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നടക്കുക. പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ തീർന്നു, അന്നത്തെ കർമ്മങ്ങൾ, ദൈവത്തോടുള്ള കടമ തീർന്നു. അല്ല, എപ്പോഴും ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടും നമ്മുടെ ഉടയവനെ, എൻ്റെ സൃഷ്ടാവിനെ ധ്യാനിച്ചുകൊണ്ടും അതിൽ സന്തോഷിച്ചുകൊണ്ടും അവിടത്തോട് പറയുവാനുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? കർത്താവേ, അവൻ്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കണമേ, കർത്താവിൻ്റെ ദുഃഖം കണ്ടോ, എന്തൊരു കഷ്ടപ്പാടാണ്, 5 ലക്ഷം രൂപ വേണം അവൻ്റെ ഹാർട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, എന്തൊരു കഷ്ടപ്പാടാണ്, ആർക്കെങ്കിലും ഒന്നും സഹായിക്കാൻ തോന്നണേ, ഞാനും സഹായിച്ചോളാം എനിക്ക് സാധിക്കുന്ന വിധത്തിൽ. അങ്ങനെയൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? എപ്പോൾ സഹായിച്ചിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട്. വേറെ ആരോടും പറയേണ്ട ഈ രഹസ്യം. ഒരാൾക്കല്ല, ഒരു 18 കുടുംബങ്ങൾക്ക്. അതിനു വേണ്ടിയിട്ട് ഓരോരോ കഴിവുള്ള ആളുകളെ സമീപിച്ച് അവർക്ക് വേണ്ടി യാചിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന മനോഭാവം, ദൈവത്തെ തേടുന്ന മനോഭാവം കൂട്ടി കൊണ്ടുവരുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് കർത്താവ് കൊണ്ടുവന്നു വരുത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 1 മാസമായി, ഇതുവരെ തക്ക സമയത്തെന്ന് പറഞ്ഞിട്ട് അതൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വെറുതെ വിചാരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കപ്പെടാൻ താമസം ഉണ്ടാകുന്നത്? നിനക്ക് വിശ്വാസമില്ല, നിൻ്റെ വിശ്വാസം ബലഹീനമാണ്. ഇത് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു, അപ്പോൾ ദൈവം നല്ലവനാണ്, നല്ല സ്നേഹമുള്ള ദൈവമാണ് കേട്ടോ, അതൊക്കെ വെറും തട്ടിപ്പാ. അങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയും നേട്ടങ്ങളുണ്ടാക്കാൻ, ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്തി ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും വെറുതെ പൊള്ളയാണ്, കബളിപ്പിക്കലാണ്. കുറച്ച് തിരി കത്തിച്ചു, പൂക്കൾ കൊടുത്തു, നേർച്ച കൊടുത്തു, ഒരു ബലിയിൽ പങ്കെടുത്തു, അതുകൊണ്ടൊന്നും ചേർച്ചയുണ്ടാവില്ല, ദൈവമായിട്ടുള്ള ലയം ഉണ്ടാവില്ല. ദൈവമായിട്ടുള്ള ലയത്തിൽ നമ്മൾ സന്തോഷിക്കണം. ദൈവമായിട്ടുള്ള ലയം ഉണ്ടാവണമെങ്കിൽ സഹിക്കണം, ക്ഷമിക്കണം, ദൈവം പറയുന്നതിനനുസരിച്ച് കേൾക്കണം. 1 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് നിന്നിൽ നിഷ്കളങ്കതയുണ്ടാവണം, നിഷ്കപട ഹൃദയനായി എൻ്റെ കൂടെ സഞ്ചരിക്കുക. ബി ബ്ലെയിംലെസ് ആൻഡ് സ്പോട്ട്ലെസ് എന്നാണ് പറയുന്നത്. അങ്ങനെ സഞ്ചരിച്ചാൽ എന്താ ഗുണം? ത്രിയേക ദൈവം നമ്മിൽ വസിക്കും. അങ്ങനെ ത്രിയേക ദൈവം വന്ന് വസിച്ചാൽ എന്ത് ഗുണം? നമ്മുടെ മുഖത്തൊക്കെ വലിയ പ്രകാശം ഉണ്ടാവും. അത് അമേരിക്കയിൽ മയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് പോകണം. ന്യൂയോർക്കിൽ ഞാൻ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ടിക്കറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു സ്ത്രീ, ഒരു മദാമ്മ പറഞ്ഞു, ഈ ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഈ ടിക്കറ്റിന് എന്താ കുഴപ്പം? ഇന്ന് അതിരാവിലെ എനിക്ക് ഇഷ്യൂ ചെയ്ത പുതിയ ടിക്കറ്റാണ്. കാരണം പ്ലെയിൻ ഒരു 6 മണിക്കൂർ ലേറ്റായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ പുതിയ ടിക്കറ്റ് എടുക്കണം.
എടുക്കണമെങ്കിൽ എടുത്തോ. ഞാൻ ചോദിച്ചു എവിടെ പോവുക, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതാ. പിന്നെ നമ്മൾ തട്ടിക്കയറുകയാണ്. അതേസമയം അതേ കൗണ്ടറിൽ തന്നെ വലിയ നീണ്ട കൗണ്ടറാണ്. അറ്റത്ത് നിൽക്കുന്ന ഒരു സായിപ്പ് എന്നെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്തു. കാരണം ഇവിടെ ഒരു കോളറുണ്ട്, വൈദികനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവർ ശാന്തമായി എന്നോട് പറഞ്ഞു, അവിടെ ഒരു ലൈൻ കണ്ടോ, നീണ്ട ലൈൻ, അവിടേക്ക് പോ. ഞാൻ ചോദിച്ചു എന്തിനാ? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഞാൻ ചെന്നപ്പോൾ അതെനിക്ക് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡ അല്ലെങ്കിൽ മയാമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള പ്ലെയിനിൽ കയറാനുള്ള ആളുകളുടെ നീണ്ട നിരയാണ്. 15 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ പ്ലെയിനകത്ത് കയറി. അപ്പോൾ നിന്നിലുള്ള പ്രകാശം കണ്ടിട്ട് രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കും. നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപ കണ്ടിട്ട് സാധാരണക്കാരായ മനുഷ്യർ നിൻ്റെ കാല് തൊട്ട് വന്ദിക്കും എന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ 52, 53 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. ആളുകൾ നമ്മെ തിരിച്ചറിയും. നമ്മെ തിരിച്ചറിയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടല്ല. നമ്മെ തിരിച്ചറിയുന്നത് നമ്മിലെ നന്മ കണ്ടിട്ടാണ്. ഒരു സായിപ്പ് വളരെ വേദനിച്ച് വിഷമിച്ച് ട്രെയിനിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഞാൻ നീങ്ങിയിരുന്ന് സ്ഥലം കൊടുത്തു. വലിയ തിങ്ങിലുള്ള സമയമായിരുന്നു, വൈകുന്നേരം ശനിയാഴ്ച. ഞാൻ ചോദിച്ചു എന്ത് പറ്റി കാലിന്? അതൊരു ആക്സിഡൻറ്റിൽ പറ്റിയതാണ്. ഈ വടി ഉപയോഗിച്ചത് മാത്രമേ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ, എന്നാൽ ഇനി വടി ഉപയോഗിക്കേണ്ടി വരില്ല. കുറച്ച് മണിക്കൂറുകൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുള്ള വിഷയം കൊടുത്തു ബൈബിളിൽ നിന്ന്. ജെറമ്യ 30:17 വായിക്കാൻ പറഞ്ഞു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അത് അയാൾ വിശ്വസിച്ച് അത് ഉരുവിട്ടുകൊണ്ടിരുന്നു. അതുകൂടാതെ ജ്ഞാനം 16:12 മരുന്ന് ഔഷധമല്ല നിന്നെ സുഖപ്പെടുത്തുന്നത്, എൻ്റെ വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സായിപ്പ് എന്നെ വിളിച്ചു. ഫാദറിനെ കണ്ടത് വലിയ ഉപകാരമായി. അയാൾ ആ നാട്ടുകാരനല്ല, ലണ്ടനിലുള്ള മനുഷ്യനല്ല, അയാൾ കൊറിയ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ്. കണ്ടത് നന്നായി. ഞാൻ ആ വചനമെല്ലാം വായിച്ചിട്ട് കോരി തെരിച്ചു പോയി. ആ വചനത്തിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞു ഈ അനുഭവം, നല്ല അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, അവരും സന്തോഷിക്കട്ടെ, അവർക്കും വചനത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളൊരു വലിയ പ്രേക്ഷിതനായിട്ട് മാറും. അയാൾ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചു. പിന്നെ വല്ലപ്പോഴും അയാൾ വിളിക്കാറുണ്ട്. വിളിച്ച് അദ്ദേഹത്തിൻ്റെ ദിവ്യ അനുഭവം എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ദിവ്യ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എന്തു വേണം? ദൈവത്തെ സ്നേഹത്തോടുകൂടി തേടണം. ദാഹിച്ചു പൊരിഞ്ഞ മാൻപേടയെ പോലെ ഞാൻ അങ്ങേ തേടുന്നു കർത്താവേ. ആ ദാഹം ഇന്ന് കുറവാണ്. നമ്മുടെ ദാഹം ഇന്ന് ഭൗതികമായ കാര്യങ്ങൾ, നേട്ടങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നേരം വെളുത്താൽ അവിടെ അവൻ ഒരു 50,000 രൂപ തരാണ്ട്, ഇവിടെ ഒരു 75,000 തരാണ്ട്. അത് ഇന്ന് തന്നെ വാങ്ങിയിട്ടേ ഉള്ളൂ. അത് കിട്ടിയാലെന്താ? അത് സന്തോഷം. എൻ്റെ പോക്കറ്റ് നിറയെ പൈസയുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, ടൂറ് പോകാം, 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഇരുന്ന് തിന്നാം, കുടുംബസമേതം ഇരുന്ന് തിന്നാം. കാരണം 6 മാസമായി ഈ പൈസ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അവനിന്ന് വാങ്ങിയിട്ടുള്ള കാര്യമുള്ളൂ. അതുപോരാ. ദൈവത്തെ നേടിയിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിച്ച അനുഭവമുണ്ടോ? ഇത്രയും കാലം കുർബാനയിൽ പങ്കെടുത്തിട്ട് നമ്മുടെ മനോഭാവങ്ങൾ മാറിയിട്ടുണ്ടോ? അഴുക്കുകൾ മാറ്റിയിട്ടുണ്ടോ? നമ്മിലെ കോപം, നമ്മിലെ അസൂയ, വെറുപ്പ്, ഇതെല്ലാം മാറ്റിയിട്ടുണ്ടോ? അത് മാറ്റാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമുക്ക് ദാഹം തീരും, തൃപ്തി ഉണ്ടാവും. കണ്ടെയ്ൻമെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ തൃപ്തി ഉണ്ടാവും. തൃപ്തമായ മനസ്സിന് സുഖമായി ഉറങ്ങാൻ സാധിക്കും. തൃപ്തിയുള്ള മനസ്സിൽ ലോ പ്രഷർ ഉണ്ടാവില്ല, ഹൈ പ്രഷർ ഉണ്ടാവില്ല. ആ തൃപ്തമായ മനസ്സിന് നന്മ ചെയ്യാനുള്ള പ്രേരണയുണ്ടാവും. അതാരെ തരുന്നത്? പരിശുദ്ധാത്മാവ് തരുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം 4:4 പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ആ വ്യക്തിയെ കൊണ്ട് നിനക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്കാർക്കും അതിൽ വിശ്വാസമില്ല. ചിലർ പ്രാർത്ഥന ചോദിക്കാറുണ്ട്. 3-4-5 പേര് വൈകുന്നേരം 7 മണി മുതൽ 7:30 വരെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, പ്രാർത്ഥന ചോദിക്കാറുണ്ട് വിവിധ കാര്യങ്ങൾക്കായിട്ട്.
അപ്പോഴൊക്കെ ഞാൻ അതിനുള്ള ആത്മീയ മരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവരതിൻ്റെ ലൗകികമായ ഭൗതികമായ ലോകത്തിൻ്റേതായ വിശദീകരണങ്ങൾ പറയുക. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കേൾക്കണ്ട. നല്ല വൈദ്യന് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. രോഗലക്ഷണങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ മനസ്സിലാവും അതിനുള്ള ചികിത്സ എന്താണ്. അതുകൊണ്ട് എന്നോട് ഇനി പറഞ്ഞ് സമയം കളയണ്ട, ധാരാളം കോളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർ നിർത്തും. അപ്പോൾ ഞാനത് അവർക്ക് കൊടുക്കും. ആ വിശ്വാസം കിട്ടി അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴോ അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലേ? എൻ്റെ മോന് ഇവിടെ ഡള്ളസിൽ ജോലി കിട്ടി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലേ? മോന് കുവൈറ്റിൽ ജോലി കിട്ടി. രണ്ടുപേർക്ക് ജോലിയില്ല, പഠിച്ചിട്ട് അവർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. അവരത് സ്വീകരിക്കാൻ സന്മനസ് കാണിച്ചു, വിശ്വാസത്തോടെ സ്വീകരിക്കാൻ സന്മനസ് കാണിച്ചു. അവർ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ട്, അവരുടെ മനസ്സിൻ്റെ നൈർമല്യം കൊണ്ട് ദൈവം പ്രാർത്ഥന കേട്ടു. രണ്ടുപേർക്കും, ഒരാൾക്ക് അമേരിക്കയിൽ ഡള്ളസ് എന്ന് പറഞ്ഞ സ്ഥലത്തും ഒരാൾക്ക് കുവൈറ്റിലും ജോലി കിട്ടി. എന്നിട്ട് ഈ അമ്മ എന്നെ വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അനുജനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്ന് എപ്പോഴും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവികമായ അനുഭവം പ്രവർത്തിക്കണമെങ്കിൽ നാം അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നടക്കണം. കൽപ്പനകൾ പാലിച്ച് അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നടക്കണം. നിൻ്റെ അന്ത്യം ശുഭമായിരിക്കും എന്നാണ് പറയുന്നത്. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം 1-2 വാക്യങ്ങൾ വായിച്ചോളൂ. ഇന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ചും അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതെന്താ ദൈവം മിണ്ടാത്ത? ദൈവത്തിന് ചെവിയില്ലേ? ദൈവം സംസാരിക്കുന്നില്ലല്ലോ. അവന് കൊടുത്തു, അവൾക്ക് കൊടുത്തു, എനിക്കെന്താ കിട്ടാത്ത എന്ന് പറയുമ്പോൾ അതിനുള്ള ഉത്തരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടുത്തെ പടിവാതിൽക്കൽ, ഞാൻ അവൻ്റെ പടിവാതിൽക്കൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുവോളം ഞാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ക്ഷമയോടുകൂടി കാത്തിരിക്കും. യജമാനൻ ഭക്ഷണം കൊടുക്കുന്നത് വാരി ഒരു നായയുടെ മുൻപിൽ വാരിയിടുന്നത് പല പ്രാവശ്യം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പല പ്രാവശ്യം നോക്കുന്നത്? ഇപ്പോൾ അത് എൻ്റെ കയ്യിൽ വരും എന്ന് വിചാരിക്കുമ്പോഴേക്കും യജമാനൻ അത് വായിക്കകത്ത് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പക്ഷികൾക്ക്, ജീവികൾക്ക് കൊടുക്കുന്നു. എനിക്ക് വരുന്നില്ല, പക്ഷേ കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി ആ യജമാനൻ്റെ അടുത്ത് നായ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ ഞാൻ അവൻ്റെ പടിവാതിൽക്കൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുവോളം ക്ഷമയോടുകൂടി കാത്തിരിക്കും. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധമായ വിശ്വാസം. അതാണല്ലോ വിലാപങ്ങളുടെ പുസ്തകം 3:26 പറയുന്നത്. തന്നെ തേടുന്നവർക്കും തനിക്ക് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് സമീപസ്ഥനാണ്. നമുക്ക് തൃപ്തി ഉണ്ടാവുന്നത് ലോകത്തിലെ സാധനങ്ങളും വസ്തുക്കളും സംഭരിച്ചതുകൊണ്ടല്ല. സംഭരിച്ചിട്ടുള്ള ആളുകളൊക്കെ നിരാശരായിട്ടുണ്ട്. നിരാശരായി ഉള്ളതെല്ലാം, സൂക്ഷിച്ചു വെച്ചതെല്ലാം വാരി എറിഞ്ഞ് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ബിൽ ഗേറ്റ്സ്, വാറൻ ബഫറ്റ് ലോകത്തിലെ 1-ാം കിട പണക്കാരായിരുന്നു. അവർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആരംഭകരും വൻ വ്യവസായികളാണ് ആയിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലായി ഇതെല്ലാം നിസ്സാരമാണ്, വില കുറഞ്ഞതാണ്. എല്ലാം കൊടുത്തപ്പോഴോ അവരുടെ മനസ്സ് സ്വതന്ത്രമായി. യോഹന്നാൻ 8:32 ഒരു വാചകം പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക്, എപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവം നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഉണ്ടാകും. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. ആ സ്വാതന്ത്ര്യത്തോടുകൂടി, ആന്തരിക സ്വാതന്ത്ര്യത്തോടുകൂടി ലോകത്തോട് സംസാരിക്കുന്ന, തൻ്റെ ഇടത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് കണ്ടിട്ടും കേട്ടിട്ടും അവരുടെ വായിന്ന് വരുന്ന ആത്മീയ അനുഭവങ്ങൾ കേട്ടിട്ടും ആർക്കും ഒരു കുലുക്കമില്ലല്ലോ. ഒരു ചൂടുള്ള വാർത്ത, ഇത് കൊള്ളാലോ, നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, അഭയാർത്ഥികളെ സ്വീകരിക്കുക, അത് നല്ലതാണ്, അത് സ്വീകരിച്ചോട്ടെ, കാശുള്ളവർ സ്വീകരിച്ചോട്ടെ, എനിക്കിപ്പോൾ അതിനൊന്നും സൗകര്യമില്ല. ചില മൂല്യങ്ങൾ പറഞ്ഞാലേ അത് അവനുള്ളതാണ്, ഇത് വിൾക്കുള്ളതാണ്, അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഈശോയെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം നേടുക, സമ്പൂർണ്ണമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ, സമഗ്രതയുണ്ടാകുക. വ്യക്തിത്വത്തിൽ സമഗ്രതയില്ലാത്തതുകൊണ്ടാണ് വ്യഭിചാരവും കടന്നാക്രമണവും പൈശാചികമായ ബന്ധനങ്ങളും കുത്തിക്കൊലയും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്.
പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വ്യക്തിത്വം ഉള്ള ആളുകളെ കണ്ടുകിട്ടാൻ പ്രയാസമായി തുടങ്ങി. ആളുകളുടെ എണ്ണം കുറയുന്തോറും അവരിൽ നിന്ന് കൃപ ഒഴുകുന്നില്ല, ദിവ്യത ഒഴുകുന്നില്ല. ദിവ്യത ഒഴുകട്ടെ. ഒരേ ഒരു വ്യക്തി ലൊറേറ്റോ കോൺവെൻറ്റ്, കൽക്കട്ടയിലെ ലൊറേറ്റോ കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ അവർക്ക് 124 രാജ്യങ്ങളിൽ ഉള്ള പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ, 124 രാജ്യങ്ങളെ ശുശ്രൂഷിക്കാൻ, സേവനം ചെയ്യാൻ അവർക്ക് അവസരമുണ്ടായി, സ്ഥലമുണ്ടായി. എവിടെ സ്ഥലമുണ്ടായി? അവിടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടായി. ഇവരുടെ വേദനകളൊക്കെ ഉൾക്കൊള്ളുവാനുള്ള സ്പേസ് ഉണ്ടായി. അതുപോലെ നമുക്ക് സ്പേസ് ഇല്ല. ഒരാൾ 2 ദിവസം മുമ്പ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ ജോലിക്ക് പോയ ഭാര്യ ക്വാർട്ടേഴ്സിൻ്റെ മുറി കൊട്ടി അടച്ച് ഇട്ട് അതിനകത്ത് കുത്തിയിരിക്കും. തൊട്ടപ്പുറത്ത് വേറെ ആൾക്കാർ താമസിക്കും, ഇപ്പുറത്തും വേറെ ആൾക്കാർ താമസിക്കുന്നു, മുകളിലും വേറെ ആൾക്കാർ താമസിക്കുന്നത്. പക്ഷേ അവരോട് ആരോടും യാതൊരു ബന്ധവുമില്ല. ഈ ബന്ധമില്ലാത്തതുകൊണ്ട്, ദൈവത്തോടോ സഹജീവികളോടോ ബന്ധമില്ലാത്തതുകൊണ്ട് അവർക്ക് ജീവിത പങ്കാളിയോട് സംശയമാണ്, ജീവിത പങ്കാളിയെ സംശയമാണ്. എന്നിട്ട് സമാധാനമുണ്ടോ, സന്തോഷമുണ്ടോ? ഉറക്കം വരുന്നില്ല. ഊണിലും ഉറക്കത്തിലും സംശയമാണ്. ഇന്ന് ആരുടെ കൂടെ പോയാവോ? അങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. ഈ വക പ്രശ്നങ്ങളാണ്. ആരത് കൊണ്ടുവരുന്നത്? പിശാച കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ്? നന്മ ചെയ്യാൻ ഇടവും എപ്പോൾ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുകയോ അതിനായിട്ട് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. ഒരാൾ നേരം വെളുത്ത് എഴുന്നേറ്റ് 7 മണിക്ക് ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി കഴിഞ്ഞ് 12 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് സമയം കളയും. അത് മറ്റുള്ളവരോട് കെട്ടുകഥകളായിട്ട് പറഞ്ഞ് അവരെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പൈശാചികതയാണ്. അപ്പോൾ നമ്മിൽ ദൈവത്തെ അറിയാതെ വരുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ, പിശാചിൻ്റെ വ്യക്തിത്വത്തിലെ ചില കാര്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിലും പുറത്തു വരും. അവൻ സമൂഹത്തിനൊരു ശാപമായിത്തീരും, സമൂഹത്തിനൊരു ഭാരമായിത്തീരും, സമൂഹത്തിനൊരു ഭയകാരണമാകും. ബിൻ ലാദനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവർക്കും ഭയമായിരുന്നു, ലോകത്തിന് മുഴുവൻ ഞെട്ടലായിരുന്നു. എന്തുകൊണ്ടാണ്? നന്മയല്ല പുറത്തു വരുന്നത്, ആ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്നത് തിന്മയാണ്. അതുപോലെ സംഭവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ ധാരാളം ദൈവത്തെ അറിഞ്ഞ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കൃപയുള്ള ആളുകൾ ഉണ്ടാകണം. അതിന് ഓരോരുത്തരും അക്ഷീണം യത്നിക്കണം, സമയം ചെലവാക്കണം, പ്രാർത്ഥിക്കണം, സഹിക്കണം. നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഭാവന കൊണ്ടും ചിന്തിച്ചുകൊണ്ട് ഇന്ന് ആർക്കൊക്കെ നന്മ ചെയ്യാൻ പറ്റും, ഇന്ന് ഇവിടെ ഞാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെ നന്മ ചെയ്യാൻ പറ്റും. കുടുംബത്തിൽ അടുക്കും ചിട്ടി ഉണ്ടാക്കാൻ സാധിക്കും, കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കും, പ്രാർത്ഥന അരൂപി ഉണ്ടാക്കാൻ സാധിക്കും. കുറേ കൂടി നല്ല പെരുമാറ്റം മക്കൾക്ക് കാഴ്ചവെക്കാൻ ഉതകുന്ന എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ? നിനക്ക് കൊടുക്കാനുള്ള വസ്ത്രവും ഭക്ഷണവും പാർപ്പിടും. അതുപോരാ, അതല്ല പ്രധാനമായിട്ടുള്ളത്. അതില്ലെങ്കിലും വീട് സ്വർഗമാക്കാൻ സാധിക്കുന്നത് നമുക്ക് ദൈവത്തോടുള്ള ചേർച്ചയാണ്, ലയമാണ്. ദൈവം തന്നെ പറയുന്നുണ്ട്, പ്രഭാഷണ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിനക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ ലയമുണ്ടെങ്കിൽ ഞാൻ അതീവമായിട്ട് സന്തോഷിക്കുന്നു, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതുപോലെ ദൈവമായിട്ടുള്ള ഐക്യം, യൂണിയൻ വിത്ത് ഗോഡ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. യോഹന്നാൻ 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാചകം അവിടെ കാണാൻ സാധിക്കും. എൻ്റെ സ്നേഹത്തിലാണോ നിങ്ങൾ വസിക്കുന്നത്? അതോ മാനുഷിക സ്നേഹത്തിലാണോ? അതോ കാമാസക്തിയിലാണോ? ആർത്തിയിലാണോ? ഇങ്ങനെയുള്ളവരാരും ഒരിക്കലും ഒരു ദിവസം പോലും, ഒരു രാത്രി പോലും സമാധാനമായിട്ട് കിടന്നുറങ്ങില്ല, സ്വസ്ഥതയുണ്ടാവില്ല. ഒന്നുകിൽ ഞെട്ടിത്തെറിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായ സ്വരം ഉണ്ടാക്കുക. അപ്പോൾ പ്രാർത്ഥനയോട് താല്പര്യം കാണിക്കുകയും ദൈവത്തോട് ആഭിമുഖ്യം കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ തൊടാനായിട്ട് ഒരു നാരകീയ ശക്തികൾക്കും പൈശാചിക ശക്തികൾക്കും സാധിക്കില്ല. നമ്മെയോ നമ്മുടെ വീട്ടിലുള്ളവരെയോ തൊടാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നമ്മിലുള്ള പ്രകാശം കണ്ടിട്ട് ആ പ്രദേശത്തേക്ക് അടുക്കാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് എഴുതി വച്ചിരിക്കുന്നത്, സങ്കീർത്തനം 27 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് എന്നോട് കൽപ്പിച്ചു.
പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് തേടുന്നത് അതോ മനുഷ്യരുടെ മുഖമാണ് തേടുന്നത്? ശാസ്ത്രജ്ഞൻ്റെ മുഖമാണ് തേടുന്നത്? തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്ക്. 3 മണിക്കൂർ വീതം 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു, ഈ ടെസ്റ്റിലെ റിസൾട്ട് കണ്ടിട്ട് ക്യാൻസർ ആണെന്ന് തോന്നുന്നത്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ. ഞാൻ ഞെട്ടിയില്ല, വിറച്ചില്ല, എൻ്റെ മുഖം വാടിയൊന്നുമില്ല. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അവിടുന്ന് ഇതെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തിയേക്കാൾ വലിയവനാണ് ഇയാൾ. അയാൾ ബുദ്ധിയിൽ നിന്ന് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സ്വർഗീയമായ രീതിയിൽ സംസാരിക്കും. 1 യോഹന്നാൻ 4:4 നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. ഉള്ളിൽ വസിക്കുന്നവനെ ചുമന്നുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. വൈകുന്നേരം 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ ഒരു 9 മണി സമയത്ത് അതാ ഫോൺ വരുന്നു, ജോണച്ച എല്ലാം നോർമലായിരിക്കുന്നു, ഡോക്ടറെ കാണാനേ വരണ്ട, ഇതിൻ്റെ റിസൾട്ട് പറയാനും മരുന്ന് എഴുതാനും വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും പേടിക്കണ്ട. എവിടെ പോയി ആ സെല്ലുകളൊക്കെ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആ സെല്ലുകളൊക്കെ എവിടെ പോയി? എനിക്കെന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഞാൻ സർവ്വത്തിൻ്റെയും കർത്താവായ ദൈവമാണ്. ആ വിശ്വാസമുണ്ടോ? ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അത് കർത്താവ് കാണിച്ചു തരും. സംശയിച്ചാൽ എന്നാൽ പിന്നെ ആവട്ടെ. എന്തുകൊണ്ടാണ്? നീ എന്നെ വിശ്വസിക്കുന്നില്ല, എൻ്റെ ശക്തി വിശ്വസിക്കുന്നില്ല. നിനക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? നീ വിശ്വസിക്കുന്നില്ലേ? നമുക്കാണ് സംശയം. അങ്ങനെ സംശയിക്കരുത്, ചഞ്ചലിക്കരുത്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എൻ്റെ മകൻ, ഒന്ന് വരണം. 15 ദിവസമായി ICUയിൽ കിടക്കുന്നു. ഇതേവരെ കണ്ണു തുറന്നിട്ടില്ല, അനങ്ങിയിട്ടില്ല. ഞാൻ ചെന്ന് അടുത്തിരുന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ഈ മകൻ്റെ മനസ്സിൽ വസിക്കുന്നുണ്ടല്ലോ, ആത്മാവിൽ വസിക്കുന്നുണ്ടല്ലോ, അവൻ്റെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ കണ്ണു തുറന്നു, എഴുന്നേറ്റിരുന്നു, പിന്നെ സംസാരിച്ചു, പിന്നെ വെള്ളം കുടിച്ചു. നേരം വെളുത്തപ്പോൾ ഭക്ഷണം കഴിച്ചു. അയാളെ ഒറ്റ ദിവസത്തിനകം ആ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. 15 വർഷത്തിന് ശേഷം തോമസ് എന്ന് പേരായ സഹോദരനെ എനിക്ക് കാണണമെന്ന് അവരുടെ ബന്ധുക്കളോട് ഞാൻ പറഞ്ഞു. ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവം ഉയർപ്പിച്ചതല്ലേ, അന്നൊന്ന് കണ്ടേക്കാം. അങ്ങനെ ഇരിങ്ങാലക്കുടയും തൃശ്ശൂരും 2 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ കൂടെ നിഷ്കപടനായിട്ട് സഞ്ചരിക്കുക, അതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കൽപ്പനകൾ പാലിച്ച് നിഷ്കപടനായി എൻ്റെ കൂടെ സഞ്ചരിക്കുക. പുറപ്പാട് 14:14 വായിച്ചോ. നിങ്ങൾ ഓടണ്ട, ബഹളം വയ്ക്കണ്ട, വെപ്രാളം കൂട്ടണ്ട, ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. പക്ഷേ നീ എൻ്റേതാണെന്ന് ദൈവത്തിന് ബോധ്യം വരണം, തമ്പുരാന് ബോധ്യം വരണം. തമ്പുരാന് നിന്നെ കിട്ടി, സ്വന്തമാക്കാൻ സാധിച്ചെന്ന് ബോധ്യം വരുന്ന ആ നിമിഷം നീ ആഗ്രഹിച്ചതെല്ലാം കിട്ടും. തക്ക സമയത്ത് കിട്ടും, കറക്റ്റ് ടൈമിന് കിട്ടും, കറക്റ്റ് ദിവസം കിട്ടും. ഓസ്ട്രേലിയക്ക് വിസ കിട്ടില്ല എന്ന് പലരും പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവർ. എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു. 15 ദിവസം പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ജനത്തിന് വേണ്ടി വചനം പറയാനല്ലേ. കിട്ടിയില്ല. 16, 17, 18, 19 ദിവസം അതാ എംബസിയിൽ നിന്ന് നേരിട്ട് വിളിക്കുകയാണ്. അവർ പേര് പറഞ്ഞു, ഫോൺ നമ്പറും പറഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യം നീ വിളിച്ചോ. അതെന്താ കാരണം? ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏതാണ്ട് 60 മണിക്കൂറാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത്. അതുപോലെ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വാത്സല്യം കാണാനായിട്ട് സാധിക്കും. അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നടക്കാൻ, കൽപ്പനകൾ പാലിച്ച് നടക്കാൻ, മാനുഷികമായ മോഹങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയാ? എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ, എൻ്റെ വികാരങ്ങളെ വിശുദ്ധീകരിക്കാൻ, ലൈംഗിക ആസക്തികളെ വിശുദ്ധീകരിക്കാൻ. ആ ആസക്തികളെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു തരം ഉദാത്തീകരണം ഉണ്ടാവും, എലവേഷൻ, എൻലൈറ്റൻഡ് അനുഭവം ഉണ്ടാവും. അതാണ് അമ്മ ത്രേസ്യ പുണ്യവതിക്കും കൊച്ചുത്രേസ്യ പുണ്യവതിക്കും യോഹന്നാൻ ക്രൂസിനും പാദ്രി പിയോയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ അനുഭവത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ?
അതൊക്കെ പിന്നെ മതിയെന്നേ, മരിക്കാറാവുമ്പോൾ മതി. അല്ല, അതൊക്കെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്നും എന്നും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാൻ, ആഹ്ലാദിക്കാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മൾ കെൽപ്പുള്ളവരാകും, ശക്തരാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ വചനം കേട്ട എല്ലാ മക്കൾക്കും ഒരു ദിവ്യമായ അനുഭവം കൊടുക്കണമേ. മാനസാന്തരത്തിൻ്റെ, ചേഞ്ചിൻ്റെ, വ്യതിയാനത്തിൻ്റെ അനുഭവം കൊടുക്കണമേ. അതിനെതിരെ വരുന്ന ലൗകികമായ കാഴ്ചപ്പാടുകളും നോട്ടങ്ങളും ചിന്തകളും ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും എല്ലാം നിശബ്ദമാക്കിയിട്ട് ആത്മാവ് പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ അരൂപി പ്രവർത്തിക്കട്ടെ. ദൈവാരൂപിയെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാവുന്നു എന്നാണല്ലോ തിരുവചനം പറയുന്നത്. ദൈവാരൂപിയെ നയിക്കപ്പെടുന്ന മക്കളായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അതിനെതിരെ വരുന്ന എല്ലാ പൈശാചികമായ ബന്ധനങ്ങളെയും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെയും മനസ്സിലാക്കുവാനുള്ള ഉൾക്കാഴ്ച ഈ ജനത്തിന് കൊടുക്കുമാറാകണമേ. ഈ പ്രാർത്ഥനകളെല്ലാം പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ ശംശിയ വഴി അങ്ങേ തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.